ഹിന്ദു സമൂഹം ആത്മീയമായ ഉപാസനയിലൂടെ ശക്തി സമ്പാദിക്കണമെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപാസന മറന്നുപോയതാണ് ഹിന്ദു സമൂഹത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ക്ഷേത്രങ്ങളെ ലക്ഷ്യമിട്ട് ആചാരവിരുദ്ധ പ്രവർത്തനങ്ങളും സ്വത്തുക്കൾ കയ്യേറാനുള്ള ശ്രമങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. ശബരിമല പോലുള്ള ക്ഷേത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ ആത്മീയമായ ഉപാസനയിലൂടെ ഹിന്ദു സമൂഹം ശക്തി സമ്പാദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചു നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും സംരക്ഷണ സമിതിയുടെ കീഴിൽ വരേണ്ട സാഹചര്യമാണുള്ളതെന്നും ക്ഷേത്ര വിമോചന സമരങ്ങളുടെ കാലം അതിക്രമിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ അതിന്റെ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ കൈയും കെട്ടി നിസ്സഹാരായി നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് മനുഷ്യൻ പോകാൻ പാടില്ലാത്ത ആയി മാറേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ സ്വയം ഉപാസന മറന്നുപോയതാണ് ഹിന്ദു സമൂഹത്തിന്റെ ശക്തിക്ഷയം സംഭവിക്കുവാനുള്ള സംഗതിയുടെയായത്. അപ്പം ഹിന്ദു സമൂഹം ഉണരണമെങ്കിൽ ആത്മീയമായ ഉപാസനയിലൂടെ ശക്തി സമ്പാദിക്കണം. അതിന് ശുദ്ധി ഉണ്ടാക്കണം. ഉപാസനയിലൂടെ ശുദ്ധി ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ ശക്തി ഉണ്ടാവുകയുള്ളൂ. ആ ശക്തി ഉണർന്നാൽ മാത്രമേ ഹിന്ദു സമൂഹത്തെ ആർക്കും വെല്ലുവിളിക്കാൻ സാധിക്കില്ല. അത് വിധത്തിൽ നമുക്ക് ഉയർത്തുവാൻ സാധിക്കും. നമ്മൾ ഉണരണം. നമ്മളുടെ ആത്മവിശ്വാസത്തെ ഉദ്ദീപിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. അതിന് ക്ഷേത്രങ്ങളിലൂടെ പറ്റുകയുള്ളൂ. ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി NK ചന്ദ്രൻ, കൗൺസിലർ KP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനം, കോഴിക്കോട്.